Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രോബബിലിറ്റി പറ്റി പഠിച്ച എന്തൊക്കെയായിരുന്നു, എന്താണ് പ്രോബബിലിറ്റി എന്നുള്ള മീനിങ് ആൻഡ് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. പ്രോബബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ടേംസും അവയുടെ കോൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സം അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി തിയറിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പ്രോബ്ലംസോട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മൊത്തത്തിൽ ഡീപ്പായിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റിനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പല സയൻറ്റിസ്റ്റുകൾ പല അപ്രോച്ചസ് ഇതേ ടേമിന് പേരിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല അപ്രോച്ചുകളിൽ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് വളരെ എന്താ പറയുന്നത് സിമ്പിളായിട്ട് ജസ്റ്റ് സർഫസ് ഐഡിയ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻ കേസ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇവിടെ 4 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓൺ പ്രോബബിലിറ്റി തിയറിയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ പ്രോബബിലിറ്റി, സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി, തേർഡ് വൺ ഈസ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. Let's move on to the first approach, that is classical probability. ഏറ്റവും എന്താ പറയുന്നത് പഴയ അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി ഡെഫിനേഷനാണ് നമ്മൾ ഇന്നും പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി is an event when probability of A is equal to number of favorable cases divided by total number of possible cases. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡെഫിനേഷൻ നമ്മൾ ഇത്രയും ദിവസവും അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പ്രോബബിലിറ്റിയുടെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ പറയുമ്പോൾ മുതൽ നമ്മൾ പറയുന്ന പ്രോബബിലിറ്റിയുടെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഇവിടുന്ന് എന്താണ് ക്ലാസിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റിയിൽ വന്നതാണ്. ദാറ്റ് ഈസ് probability of an event is equal to number of favorable cases divided by total number of possible cases. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റിൽ പോസിബിൾ ആയിട്ടുള്ള എത്ര കേസ് ഉണ്ടോ അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഫേവറബിൾ കേസസിൻ്റെ എണ്ണം. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ദ കറസ്പോണ്ടിങ് ഇവന്റ്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നു. ഒരു ബോക്സ്, ആ ബോക്സിനകത്ത് 3 റെഡ് ബോൾസ്, 5 blue balls and 2 white balls ഉണ്ടെന്നിരിക്കട്ടെ. ഒരു ബോക്സ്, ആ ബോക്സിനകത്ത് 3 റെഡ് ബോൾ ഉണ്ട്, 5 ബ്ലൂ ബോൾ ഉണ്ട്, 2 വൈറ്റ് ബോൾസ് ഉണ്ട്. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ചൂസ് ചെയ്യുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് എ ബി ദ ഇവൻ്റ് ദാറ്റ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ. അതായത് എനിക്ക് ആവശ്യമുള്ള ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇവൻ്റ് ഒരു ബ്ലൂ ബോൾ കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ബോക്സിൽ നിന്നും ഒരു ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി അനുസരിച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി അനുസരിച്ച് P of A is equal to number of favorable cases by number of possible cases ആണ് അല്ലേ. ഇവിടെ കേസസിനെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ ബോക്സിൽ നിന്നും ബോളിനെ ഡ്രോ ചെയ്യുന്നു അഥവാ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നിന്നും എനിക്ക് മാക്സിമം ടോട്ടൽ എത്ര പോസിബിൾ കേസസ് ഉണ്ട് എനിക്കൊരു ബോളിനെ ഡ്രോ ചെയ്യാനായിട്ട് 3 + 5 + 2 ദാറ്റ് ഈസ് 10 ബോൾസ് ആണ് ടോട്ടൽ ഈ ബോക്സിനകത്തുള്ളത്. സോ ഒരു ബോളിനെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ എത്ര ബോൾസിന് അല്ലെങ്കിൽ ആ ബോക്സിൽ നിന്നും ഒരു ബോളിനെ ഡ്രോ ചെയ്യണമെങ്കിൽ എത്ര ബോൾസ് ടോട്ടലൊക്കെ 10 ബോൾ എനിക്കുണ്ട് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് എത്രയാണ്, 10 ആണ്. Therefore the denominator is 10. Then what about the numerator?
നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, എൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള എൻ്റെ ഇവൻ്റ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇവൻ്റ് ഏതാണ്? ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ, ഒരു ബ്ലൂ ബോൾ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഇവൻ്റ്, അഥവാ എൻ്റെ ഫേവറബിൾ കേസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ ബോൾസിൻ്റെ കൂട്ടത്തിൽ എത്ര ബ്ലൂ ബോൾസ് ആണോ ഉള്ളത് അത്രയും നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എനിക്കുണ്ടാവും അല്ലേ. അപ്പോൾ അത്രയും എന്താ പറയുന്നത് ബ്ലൂ ബോൾസിന് എനിക്ക് എത്ര ബ്ലൂ ബോൾസ് ആ ബോക്സിലുണ്ടോ അത്രയും ബ്ലൂ ബോൾസ് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. Therefore here the number of favorable cases is 5. That is, probability of getting a blue ball from this box is 5/10 or is equal to 1/2 അല്ലേ. അതായത് ഈ 10 ബോളുള്ള ഈ ബോക്സിൽ നിന്നും ഒരു ബ്ലൂ ബോളിനെ എനിക്ക് ചൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? ഈ 10ൽ 5 എണ്ണം ബ്ലൂ ബോൾ ആയതുകൊണ്ട് ഈ 10 എണ്ണത്തിൽ 5 പോസിബിലിറ്റി എനിക്ക് എന്തെടുക്കാനായിട്ടൊരു ബ്ലൂ ബോളിനെ ചൂസ് ചെയ്യുക. 1/2 സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി അനുസരിച്ച് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോഴും പ്രോബ്ലത്തിനെല്ലാം യൂസ് ചെയ്യുന്ന എന്താണ്? ക്ലാസിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി തന്നെ ആണ് യൂസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി, P of A is equal to number of favorable cases divided by total number of possible cases. So what about the second one? Relative frequency theory. റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റിയെ നമ്മൾ എംപിരിക്കൽ ഫ്രീക്വൻസി തിയറി എന്നോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രീക്വൻസി തിയറി എന്നോ വിളിക്കും. ഈ റിലേറ്റീവ് ഫ്രീക്വൻസി തിയറിയുടെ മറ്റ് 2 പേരാണ് എംപിരിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. Therefore, according to relative frequency theory or statistical frequency theory, P of A is equal to number of occurrence of the event by number of trials. ക്ലാസിക്കൽ അപ്രോച്ച് അനുസരിച്ച് എന്തായിരുന്നു? ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ നമ്പർ ഓഫ് പോസിബിൾ കേസസ്. ടോട്ടൽ എത്ര കേസുകളുണ്ടോ അതിൽ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസുകളുടെ എണ്ണം വരുന്ന അവിടുത്തെ പ്രോബബിലിറ്റി ഉദ്ദേശിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അക്കോർഡിംഗ് ടു എംപിരിക്കൽ ഫ്രീക്വൻസി തിയറി, പ്രോബബിലിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവന്റ് ബൈ നമ്പർ ഓഫ് ട്രയൽസ്. അവിടെ ട്രയൽസിൻ്റെ ബേസിസിലാണ് പ്രോബബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എത്ര ട്രയൽസാണ് ഞാൻ കണ്ടക്ട് ചെയ്തത് അതിൽ എനിക്ക് ആവശ്യമാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇവന്റ് എത്ര വട്ടം എന്ത് ചെയ്തു, എത്ര വട്ടം വന്നിട്ടുണ്ട്, അതിനാണ് എന്ത് ബേസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് നമ്മൾ അക്കോർഡിംഗ് ടു റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഡെഫിനേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, പ്രോബ്ലം അത്ര എന്തല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് അനുസരിച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്ത് ഈ മെത്തേഡ് നമ്മൾ സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറുള്ള പതിവ്. സോ നമ്മൾ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി, പ്രോബബിലിറ്റി ഓഫ് A is equal to number of occurrence of the event divided by number of trials. And the third one, subjective probability. പേര് കണക്ക് തന്നെ സബ്ജക്റ്റീവ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ആണ് നമ്മൾ പ്രോബബിലിറ്റിയെ അല്ലെങ്കിൽ പേഴ്സണൽ ചോയ്സ് നമ്മളുടെ ഒപ്പീനിയനെ അഫക്റ്റ് ചെയ്യുന്ന നമ്മൾ വിളിക്കും സബ്ജക്റ്റീവ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഇതിന് അത്രയേ ഉള്ളൂ. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഡെഫിനേഷൻസ് ഒന്നുമില്ല. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റീസ് ആർ കോൾഡ് വാട്ട്? സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. വി ആർ കാൽക്കുലേറ്റിംഗ് പ്രോബബിലിറ്റി or we are determining probability on the basis of personal experience of or personal opinions, then we can say that the probability is said to be subjective എന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് ഡെഫിനേഷൻസ് ഒന്നും, ഡെഫിനേഷൻ എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്ന ആളുടെ ബേസ്, അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും എന്ത് വരുന്നത്, അവിടെ നമ്മൾ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി. ഈ ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റിയിൽ കുറച്ച് പ്രോബബിലിറ്റി അപ്രോച്ച് ചെയ്യുന്ന കുറച്ച് ആക്സിയംസിൻ്റെ ബേസിസിലാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി. അതായത് ചില ആക്സിയംസ്, ഇപ്പോൾ 1 + 1 = 2, അതെന്താണ്? ഒരു ആക്സിയമാണ്. ആക്സിയം മീൻസ് പ്രൂഫ് ഇല്ലാതെ നമ്മളൊരു കാര്യത്തിന്
ഉറപ്പിച്ച് പറയുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് ആക്സിയം. 1 + 1 = 2 എന്നുള്ളതിന് പ്രൂഫ് ഇല്ല, അത് നമ്മൾ പറയുകയാണ് അത് 2 ആണ്. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ബാക്കി ഹോൾ മാത്തമാറ്റിക്സിൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ പ്രൂഫ് ഇല്ലാതെ നമ്മളൊരു കാര്യത്തിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ന് വിളിക്കുന്നത് ആക്സിയംസ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആക്സിയംസ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ സച്ച് ടൈപ്പ് അപ്രോച്ച് ഈസ് കോൾഡ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി. ആക്ച്വലി ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അത് ക്ലാസിക്കൽ അപ്രോച്ചിനും ക്ലാസിക്കൽ പ്രോബബിലിറ്റി അപ്രോച്ചും അവർക്ക് റിലേറ്റീവ് ഫ്രീക്വൻസി തിയറിയും ആ രണ്ട് അപ്രോച്ചുകളും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്തിരിക്കുന്നത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ഈ ആക്സിയോമാറ്റിക് അപ്രോച്ച് പ്രപ്പോസ് ചെയ്ത് കോൾമഗറോ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റാണ് ഇൻ ദ ഇയർ 1993. കോൾമഗറോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1993 പ്രപ്പോസ് ചെയ്തൊരു അപ്രോച്ചാണ് ഇത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പ്രോബബിലിറ്റി ആൻഡ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിക്കൽ അപ്രോച്ച് ആസ് വെൽ ആസ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്. ആൻഡ് ഹിയർ ഇൻ ദിസ് അപ്രോച്ച് വി ആർ യൂസിങ് സം ആക്സിയംസ് ഇൻ ഓർഡർ ടു ഡിഫൈൻ പ്രോബബിലിറ്റി. ആക്സിയംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്നതിനെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കും. ലെറ്റ് എസ് ബി ദ sample space whereas A and B are the events of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സാധനം എന്താ വെച്ചാൽ റാൻഡം ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതിൻ്റെ പ്രോബബിലിറ്റി അതിൻ്റെ ഇവൻസിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആയിട്ട് കിട്ടിയ സെറ്റിനെ ഞാൻ എസ് എന്ന് ഡിനോട്ട് ചെയ്തു. അതിനകത്ത് രണ്ട് ഇവൻസിനെ ഞാൻ എ എന്നും ബി എന്നും എടുത്താൽ therefore the axioms of the probability can be stated as the first one: the probability of every event, let it A or B, it always lies between 0 and 1. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ബേസിക് ഡെഫിനിഷനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഏതൊരു ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും. ഇറ്റ് ക്യാൻ ബി 0 or 1 or between 0 and 1. പ്രോബബിലിറ്റി നമ്മൾ ന്യൂമറിക്കൽ മെഷർമെൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ ഇതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തില്ല, ഇറ്റ് ഇസ് എ ആക്സിയം, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി പ്രൂഫ്. ആൻഡ് ദ സെക്കൻഡ് ആക്സിയം ഈസ് പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് വിൽ ബി ഈക്വൽ ടു 1. സാമ്പിൾ സ്പേസ് നമ്മൾ ഇവൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് എല്ലാ ഔട്ട്കംസും കൂടെ ചേരുന്ന സെറ്റാണെന്ന് പറയുന്നത് ഇത് സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിനെ രണ്ട് ഇവൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ഇവൻ്റ് ആയിരിക്കും. കാരണം അവയുടെ പ്രോബബിലിറ്റിയെ ഓൾവേസ് ഫോർ എവറി റാൻഡം എക്സ്പെരിമെൻറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് വിൽ ബി ഈക്വൽ ടു 1. പെർഫെക്റ്റ് പ്രോബബിലിറ്റി ആയ 1 ആയിരിക്കും ഏതൊരു സാമ്പിൾ സ്പേസിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആക്സിയം. പ്രോബബിലിറ്റി ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 1. ആൻഡ് ദ തേർഡ് ആക്സിയം ഈസ് P of A union B will be equal to P of A plus P of B if A and B are mutually exclusive events. എയും ബിയും രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. 2 or more events are said to be mutually exclusive if they does not occur simultaneously or the occurrence of one of the event prevents the occurrence of other. ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റൊരു ഇവൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുമെങ്കിൽ അഥവാ ഒരുമിച്ച് ഒക്കർ ചെയ്യാത്ത ഇവൻറ്റ്സ് നമ്മൾ എന്ന് വിളിക്കുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് നമ്മൾ വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ എയും ബിയും രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ അവയുടെ യൂണിയൻ്റെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്നൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ നിങ്ങൾ ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. എയും ബിയും രണ്ട് ഇവൻറ്റ്സ് എന്നതിന് ഉപരിയായിട്ട് എയും ബിയെയും രണ്ട് സെറ്റായിട്ട് എടുത്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എന്ത് പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും, യൂണിയൻ നമുക്ക് ഊഹിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ
എയും ബിയും രണ്ട് ഇവൻസ് ആണ്. എയും ബി നമുക്ക് രണ്ട് സെറ്റുകളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. Therefore എ യൂണിയൻ ബിയുടെ പ്രോബിലിറ്റി വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് ഈ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. എപ്പോൾ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ആണെങ്കിൽ. So if A and B are mutually exclusive, probability of A union B is equal to probability of A plus probability of B. This is the third axiom. And the fourth axiom is probability of A intersection B will be equal to probability of A into probability of B. ഇവിടെയും നമ്മൾ എടുക്കേണ്ടത് എയും ബിയും ആ രണ്ട് ഇവൻസിനെയും സെറ്റുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് വേണം നമ്മൾ കൺസിഡർ ചെയ്യുക. ആ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി, ഇൻ്റർസെക്ഷൻ മീൻസ് എന്താ കോമൺ ആയിട്ട് വരുന്നു. എയും ബി രണ്ട് സെറ്റ് ആണെങ്കിൽ അവയിൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻസ് ആണ് വരുന്നത്, ഇൻ്റർസെക്ഷൻ അത് വരുന്നത് അല്ലേ. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി നമ്മുടെ കണ്ടീഷൻസ് ഒന്നുമില്ല. എപ്പോഴാണെങ്കിലും എയും ബിയും രണ്ട് ഇവൻസ് ആണെങ്കിൽ intersection of A and B യുടെ probability will be equal to the product of the probability of both. Probability of A into probability of B ആയിരിക്കും. സോ ഇതാണ് ഈ 4 ആക്സിയംസ് കൂടി ചേരുന്നതാണ് ഈ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബിലിറ്റി അനുസരിച്ച് പ്രോബിലിറ്റി തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ 4 ആക്സിയംസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബിലിറ്റി തിയറി എന്ന് പറയുന്നത് ദിസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ അപ്രോച്ച് ആസ് വെൽ ആസ് ആക്സിയോമാറ്റിക് അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് പ്രോബിലിറ്റിയുടെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഈ ആക്സിയോമാറ്റിക് അപ്രോച്ച് ഓഫ് പ്രോബിലിറ്റിയുടെ എല്ലാ ആക്സിയംസിനും ഒബേ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബിലിറ്റി തിയറിയിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ തിയറംസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. സോ ഈ 4 എണ്ണമാണ് different approaches to probability, that is classical approach of probability, relative frequency theory or empirical theory or statistical theory, and the third one is subjective probability, and the fourth one is axiomatic approach towards probability. So ഈ 4 പ്രോബിലിറ്റി അപ്രോച്ചുകളെയും പറ്റിയുള്ള ലെക്ചർ നോട്ട്സ് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. That's all for today's session. Thank you.